കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മുടെ അകൃത്യം മോചിച്ച സകല രോഗങ്ങളെയും സൗഖ്യമാക്കി ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്ത ദയയും കരുണയും നമ്മളെ അണയിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവന്റെ എൻഡ് വരെ അവിടുന്ന് വഴി നടത്തും. അവിടുന്ന് വന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഉത്തരവാദിത്വമുള്ളവൻ, അധികാരമുള്ളവൻ, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെ നടത്തുവാൻ കഴിവുള്ളവൻ ഇന്നും നമ്മോട് കൂടെയുണ്ട്. തങ്ങൾ ഏകാഗ്രാചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുവാൻ അവിടുത്തെ കണ്ണുകൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് സ്തോത്രം ചെയ്യാം. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യാൻ കഴിവുള്ളവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ നടത്തിയ ദൈവം ഇന്നും നടത്തും, നാളെയും നടത്തും. ഇന്നലെ വിടുവിച്ചവൻ മേലാലും വിടുവിക്കും. ആ കർത്താവിൽ ഞങ്ങൾ ആശ വെച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഒരാശ, ഒരു പ്രത്യാശ, ഒരു പ്രതീക്ഷ, നാളെയെ പറ്റി ഉള്ള ആകുലതകൾ മാറി നാളുകളിലും ഇറങ്ങി വരാൻ കഴിവുള്ളവനെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. ഇന്നലകളിൽ അവിടുന്ന് നമ്മുടെ കൂടെ ഇരുന്നെങ്കിൽ അവിടുന്ന് വിളിച്ചു പറഞ്ഞ ആരംഭത്തിങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് സംഭവിപ്പാനുള്ളതും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ പൂർവ്വകാലത്ത് സംഭവിക്കുന്ന അറിയിക്കുന്ന ദൈവം മേലാൽ സംഭവിപ്പാനുള്ളതും അറിയിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആരംഭത്തിൽ അതിൻ്റെ എൻഡ് അറിയാൻ വേറെ ആർക്കും കഴിയില്ല. നമ്മൾ ഇത്രയും വർഷം ജീവിച്ച കാര്യമേ നമുക്കറിയുള്ളൂ. നാളെ എന്തായിത്തീരുമെന്ന് മനുഷ്യനെ നമുക്കറിയില്ല. പക്ഷേ അതറിയാവുന്ന ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അവിടുന്ന് വിളിച്ചോ, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു. അതിൻ്റെ അർത്ഥം, ഞാൻ ആദ്യനാണെങ്കിൽ ഞാൻ നിൻ്റെ എൻഡും ഞാൻ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെന്തിനാ നമ്മൾ നാളുകളെ ഓർത്ത് ഭാരപ്പെടുന്നത്? തലമുറകളുടെ ഭാവി, അടുത്ത കാര്യങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കും? ഇതിൽ നിങ്ങൾ നിരാശപ്പെടരുത്. നാളുകൾ ഭംഗിയായി ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഏറിയ കുരുവിനേക്കാൾ നമ്മൾ വിശേഷതയുള്ളവരാണ്. ആ വചനം എപ്പോഴും നമ്മൾ ഓർക്കണം. തലയിലെ ഒരു മുടി നിലത്ത് വീണാൽ അതുപോലും എണ്ണപ്പെട്ടിരിക്കുന്നെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവമെന്ന് ഈ പകൽ വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് എപ്പോഴും ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകണം. നിരാശയുടെ വാക്കോ ധൈര്യം ചോർന്നു പോയി കിടക്കുന്ന അവസ്ഥകളോ ഉണ്ടാകാതെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. തലമുറ തലമുറകളായി യഹോവയുടെ കൃപകളെ കുറിച്ച് പാടാൻ നമുക്കിടയാവണം. സന്തോഷത്തോടെ പാട്ടുപാടാൻ, സംഗീതത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ, നന്ദി പറയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവണം. സഹോദരങ്ങളെ, എത്രയോ അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, നന്മകൾ, ദൈവപ്രവൃത്തികൾ അതത് സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും അവിടുന്ന് വെളിപ്പെടുത്തിയെങ്കിൽ, അവിടുന്ന് സഹായിച്ചെങ്കിൽ, ആ ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലഭത്വം ശക്തമായി വെളിപ്പെട്ട് കാണാൻ, ദൈവാത്മാവിൻ്റെ ഇടപെടൽ വരാൻ നമുക്കിന്ന് പകലിലും ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. ഉന്നതനായ ദൈവത്തിന്, ഉയർന്നിരിക്കുന്ന ദൈവത്തിന്, ശാശ്വതവാസിയായ ദൈവത്തിന്, ആരാധ്യനായ ദൈവത്തിന്, സകലത്തെയും കൽക്കീഴാക്കിയവന്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ
കൈവശമുള്ളവന്, രാജാതി രാജാവും കർത്താതി കർത്താവുമായവന്, ആ തന്മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവന്, രാജാക്കന്മാർക്ക് അധിപനായവന്, ഇന്നു പകൽ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. നെഹെമ്യാവിൻ്റെ പുസ്തകം 6-ാം വാക്യം. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോഴേ, ചുറ്റുമുള്ള ജാതികൾ അത് കണ്ടപ്പോഴും ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. ഒന്നുകൂടെ വായിക്കുന്നു. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോഴും, ചുറ്റുമുള്ള ജാതികൾ അത് കണ്ടപ്പോഴും. 1 കേട്ടപ്പോൾ, 2 കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു. ഇടിഞ്ഞു കിടക്കുന്ന, തകർന്നു കിടക്കുന്ന, തീവച്ച് ചുട്ട അവസ്ഥയിൽ നിന്ന് മതിൽ പണിയുവാൻ ദൈവാത്മനിയോഗത്തോടെ ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചപ്പോൾ അതിനെ തടയുവാൻ സൻബല്ലത്തും തോബിയാവും, അങ്ങനെ ഒരു സമൂഹം എഴുന്നേറ്റ് നിന്ന് നെഹമ്യാവിനെ വെല്ലുവിളിച്ചു. ഭക്തന്റെ പ്രഖ്യാപനം മറ്റൊന്നുമല്ല, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യങ്ങൾ സാധിപ്പിക്കും. പ്രിയരെ, ആര് വെല്ലുവിളിച്ചാലും, ആരെതിർത്താലും, പ്രൈസ് ദി ലോർഡ്, ആര് തടയാൻ ശ്രമിച്ചാലും, കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, ഞാൻ കുടുംബങ്ങളെ പണിയും, ഞാൻ തലമുറകളെ പണിയും. പാതാള ഗോപുരങ്ങൾക്കതിനെ ജയിക്കാൻ സാധ്യമല്ല. ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് വ്യക്തവും ശക്തവുമായ അധികാരിയുമായി വിളിച്ചു പറയുന്നു. പണിക്കെതിരെ, കുടുംബജീവിതത്തിനെതിരെ, തലമുറകൾക്കെതിരെ, ആത്മീയ ശുശ്രൂഷയ്ക്കെതിരെ, അഭിഷേകത്തിനെതിരെ ആരൊക്കെ വെല്ലുവിളിച്ചാലും ധൈര്യത്തോടെ പറ, സ്വർഗത്തിലെ ദൈവം ഞാൻ കാര്യങ്ങളെ സാധിപ്പിക്കും. അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേൽക്കും, ഞങ്ങൾ പണിയും. അങ്ങനെ നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ പണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അടുത്തത് അവരുടെ അവകാശവാദം, നിങ്ങളിനിയും പണിഞ്ഞാൽ പോലും ഒരു കുറുക്കൻ, ഈ ദുർബലന്മാർക്കിത് പണിയാൻ കഴിയുമോ? അഥവാ നിങ്ങൾ പണിഞ്ഞാൽ പോലും ഒരു ചെറിയ കുറുക്കൻ കയറിയാൽ ഇത് ഇടിഞ്ഞു വീഴും. പ്രിയരെ, ദൈവം നമ്മെ കൊണ്ട് പണിയിപ്പിക്കുന്നത് ഇടിക്കാനല്ല, ദൈവം നമ്മെ കൊണ്ട് പണിയിപ്പിക്കുന്നത് തകർക്കാനല്ല, ദൈവം നമ്മെ കൊണ്ട് പണിയിപ്പിക്കുന്നത് പകുതി വഴിക്ക് അസ്തമിപ്പിക്കാനല്ല, ദൈവം നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പൂർത്തീകരണം കാണാനാണ്. ഉറപ്പോടെ നിൽക്കാൻ വേണ്ടിയാ, ശക്തിയോടെ നിൽക്കാൻ വേണ്ടിയാ, ആത്മാവിൽ എഴുന്നേൽക്കാൻ വേണ്ടിയാ, പ്രാർത്ഥനയിൽ ശക്തരാകാൻ വേണ്ടിയാ, അഭിഷേകത്തിൻ്റെ അടുത്ത തലത്തിലെത്തിക്കാനാണ് ദൈവം നമ്മളെ പണിയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എവിടൊക്കെ ഇടിഞ്ഞോ, എവിടൊക്കെ തകർന്നോ, എവിടൊക്കെ ചാമ്പലായോ, എവിടൊക്കെ ചണ്ടിക്കൂമ്പാരമായോ, ഈ ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് കല്ലുകൾ ജീവിപ്പിക്കാൻ കഴിയുമോ എന്ന് അവർ ചോദിച്ചു. പക്ഷേ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, ആ ചണ്ടിക്കൂമ്പാരത്തിൽ അല്ല, ആ ചാരത്തിൽ നിന്ന് ചിലതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങളുടെ നാവിന്മേൽ വെളിപ്പെട്ടു വരട്ടെ. അധികാരത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. നമുക്കറിയാം, അങ്ങനെ വെല്ലുവിളിച്ചു ഒരു ദുർബലൻ, ഇത് പണിയുമോ? ഇവരെ കൊണ്ട് ഇത് കഴിയുമോ? ഇവരെ കൊണ്ട് ഇത് നടക്കുമോ? ഇവരെ കൊണ്ട് പൂർത്തീകരണം കാണിക്കത്തില്ലെന്ന് പറയുമ്പോൾ മതിൽ പണി പൂർത്തീകരിച്ചു. ഇത് കണ്ടപ്പോൾ, ഇത് കേട്ടപ്പോൾ ശത്രുക്കൾക്ക് അവർ അല്പന്മാരായി തോന്നി. പ്രിയരെ, വെല്ലുവിളികൾ ക്ഷണനേരത്തേക്കേ ഉള്ളൂ. ദൈവത്തിൻ്റെ പ്രവൃത്തി ജീവപര്യന്തം നിൽക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ഇങ്ങനെ ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളെ തകർത്ത് കളയും, നിങ്ങളുടെ ശരീരത്തെ തകർത്ത് കളയും. നീ എഴുന്നേൽക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഒരുമിച്ച് പോകാൻ പറ്റില്ല, ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റത്തില്ല. കാണട്ടെ എന്ന് പറയുന്ന ചില വെല്ലുവിളികൾ ശാസിക്കപ്പെടുക മാത്രമല്ല, വെല്ലുവിളിച്ച ശക്തികൾ നിങ്ങൾക്കും നിങ്ങളുടെ ജനറേഷനും അഭിഷക്തന്മാരെ നിങ്ങളുടെ മിനിസ്ട്രിയിലും വരുന്ന ശക്തമായ വിടുതലുകൾ കാണാൻ പോകുക, അവർ കാണാൻ പോകുക, അവർ കേൾക്കാൻ പോകുക, അവർ മനസ്സിലാക്കാൻ പോകുക. ഇത് ദൈവത്തിൻ്റെ കൈയാൽ സംഭവിച്ചുവെന്ന്
വ്യക്തമായി അടുത്ത ഭാഗം അതായത് ഇത് യഹോവയുടെ കൈയാൽ സാധ്യമായി എന്ന് അവർക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കരമ അത് ചെയ്തതെന്ന്, ദൈവമാ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന്. നിന്നെ അതുവരെ വിമർശിച്ച, പരിഹസിച്ച, നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ നിന്റെ പ്രാർത്ഥനയാൽ നടക്കുന്നത് കാണട്ടെ, നിന്റെ ആരാധനയാൽ വിടുതൽ സംഭവിക്കുന്നത് കാണട്ടെ എന്ന് വെല്ലുവിളിച്ച ചില ശക്തികൾ കാണാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ കൈയാണ് ഇത് ചെയ്തതെന്ന്, ദൈവമാണ് ഇത് സാധ്യമാക്കിയതെന്ന് അവർക്ക് പറയത്തക്ക രീതിയിൽ യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തു എന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് പോലെ മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു, ഇസഹാക്കിനോട് ഫെലിസ്ത്യ ശക്തികൾ നാളുകളായി അഭിഷക്തൻ തുറന്നത് കുഴിച്ചത് മൂടിക്കളഞ്ഞെങ്കിൽ രഹബോത്ത് വന്നപ്പോൾ പ്രൈസ് ഗോഡ് ഇസഹാക്കിനോട് ഫെലിസ്ത്യ ശക്തികൾ പറയുക, ഇനി ഞങ്ങൾക്ക് മൂടാൻ പറ്റത്തില്ല, ഇനി ഞങ്ങൾക്ക് നിന്നോടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം നിൻ്റെ കൂടെ ആരാ ഉള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. യഹോവ നിൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങളത് സ്പഷ്ടമായി കണ്ടു. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ അഖിലാണ്ടത്തിൻ്റെ ഉടയവനുണ്ട്, മരണത്തെ ജയിച്ചവനുണ്ട്, സർവശക്തനുണ്ട്, ഉന്നതനുണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ഓഫീസിൽ അത് കാണാൻ പോകുക, നിങ്ങളുടെ വർക്കേഴ്സ് അത് കാണാൻ പോകുക, അഭിഷക്തന്മാരെ ദൈവസഭകൾ അത് കാണാൻ പോകുക, നിങ്ങളെ വിരൽ ചൂണ്ടുന്നവർ കാണാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ഇത് ദൈവത്തിൻ്റെ കൈയാണ് ഇവരോട് കൂടെ ഇരിക്കുന്നത്, ദൈവമാണ് നിന്നോട് കൂടെ ഇരിക്കുന്നത്. ലോകമറിയത്തക്ക രീതിയിൽ ചില ദൈവപ്രവൃത്തികൾ വരാപ്പോൾ നിങ്ങളുടെ ശരീരത്തിന്മേൽ ഇന്ന് പകൽ ദൈവാത്മാവിൻ്റെ ഇടപെടലുണ്ടാകുന്നു, നിങ്ങളുടെ തലമുറകളുടെ മേലുണ്ടാകുന്നു. നാളുകൾ നിങ്ങൾക്ക് പോലും ഉള്ളിലൊരു സംശയം, ഇനി ഇത് തീർക്കാൻ പറ്റുമോ, ഇനി ഇത് പൂർത്തീകരിക്കാൻ പറ്റുമോ, ഇതിന് വിടുതൽ കാണാൻ പറ്റുമോ? ദൈവം പറയില്ല, ഞാനത് പൂർത്തീകരിക്കുമ്പോൾ നിങ്ങളെ വിമർശിച്ച, ആവർത്തിച്ച് പറയുന്നു, നിങ്ങളെ പരിഹസിച്ച, നിങ്ങളെ ചോദ്യം ചെയ്ത, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മാർക്കിട്ട, നിന്റെ മിനിസ്ട്രിക്ക് വിലയിരുത്തിയ ചിലർ മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവത്താൽ സാധ്യമായി എന്ന് അവർ കാണാൻ പോകുന്നു, അവർ കേൾക്കാൻ പോകുന്നു. ഇടിഞ്ഞത് പണിയപ്പെടുന്നു, തീവച്ച് ചുട്ടത് ജീവനോടെ എഴുന്നേൽക്കുന്നത് പോലെ ചാരത്തുനിന്ന് ചിലത് ആത്മാവിൽ എഴുന്നേൽക്കട്ടെ. എൻ്റെ വരെ തകർത്ത് കളഞ്ഞ ചിലത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ എഴുന്നേൽക്കുക, ഇന്ന് പകൽ എഴുന്നേൽക്കുക. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നതിന് സ്തോത്രം, വിടുതൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം, ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിന് സ്തോത്രം, അസാധ്യങ്ങൾ സാധ്യമായതിന് സ്തോത്രം. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈയാൽ തന്നെ ഇത് സംഭവിച്ചു എന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ ഞങ്ങളുടെ ആത്മാവിൻ്റെ ഇടപെടൽ സംഭവിച്ചിരിക്കാൻ സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനാൽ തന്നെ അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സംഭവിച്ചതിന് സ്തോത്രം. വലിയ വിടുതൽ ദൈവം ചെയ്യും. ഞങ്ങളുടെ ആത്മാവ് ഇടപെടും, അങ്ങയുടെ മഹത്വമുള്ള ഭുജം അനുകൂലമായി വെളിപ്പെടും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, നിയോഗത്തോടെ, അധികാരത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം വലിയവൻ, നമ്മുടെ ദൈവം വിശ്വസ്തൻ, നമ്മുടെ ദൈവം ഉന്നതൻ, നമ്മുടെ ദൈവം ഉയർന്നിരിക്കുന്നവൻ. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ ബിജു മാത്യു.